ഗളിത സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞ 3 മോശം കാര്യങ്ങൾ കേൾക്കാൻ അറപ്പുളവാക്കുന്നതാണെങ്കിലും ഇത് സത്യമാണ്. എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഗളിത പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കും. ബുദ്ധിശക്തി വർദ്ധിക്കും. ദാരിദ്ര്യം ഇല്ലാതാകും. അഭിവൃദ്ധി ഉണ്ടാകും. സുഹൃത്തുക്കളെ, ഗളിത പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. കാരണം നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. ഇനി വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ, ഒരിക്കൽ ഒരു കഴുത മരിച്ചു. അതിനുശേഷം ആ കഴുത യമധർമ്മരാജാവിന്റെ അടുത്തെത്തി. അപ്പോൾ യമധർമ്മരാജാവ് കഴുതയോട് പറഞ്ഞു, "ഓ കഴുതേ, നീ കഴുതയായി ജനിച്ചിട്ടും ഒരിക്കലും ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. നിന്റെ യജമാനനോട് വിശ്വസ്തത പുലർത്തി. ഇത്രയും വിശ്വസ്തത മനുഷ്യർക്ക് പോലും കാണിക്കാൻ കഴിയില്ല. നീ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ആരെല്ലാം വിശ്വസ്തതയോടും നീതിയോടും സത്യസന്ധതയോടും കൂടി ജീവിക്കുന്നുവോ അവർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരിക്കും. ഞാൻ നിനക്ക് മറ്റൊരു അവസരം നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇപ്പോൾ നിനക്ക് എല്ലാ ജന്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ മനുഷ്യജന്മം നൽകുന്നു. ഭൂമിയിലേക്ക് പോയി ഭൂമിയിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കൂ" എന്ന് യമധർമ്മരാജാവ് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട കഴുതയുടെ മുഖത്ത് അല്പം പോലും സന്തോഷം കണ്ടില്ല. അപ്പോൾ യമധർമ്മരാജാവ്, "ഞാൻ നിനക്ക് നല്ലൊരു ശരീരം നൽകാം എന്ന് പറയുമ്പോൾ നിന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ, എന്താണ് കാരണം?" എന്ന് ചോദിച്ചു. അപ്പോൾ ആ കഴുത യമധർമ്മരാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, "യമധർമ്മരാജാവേ, ഞാൻ മനുഷ്യനായി ജനിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? മനുഷ്യർ അവരുടെ കടമകൾ എപ്പോഴോ മറന്നുപോയി. സ്ത്രീകളിലും പുരുഷന്മാരിലും അങ്ങേയറ്റം നീചമായ ബുദ്ധി വർദ്ധിച്ചിരിക്കുന്നു" എന്ന് പറഞ്ഞു. "അത് മാത്രമല്ല, മനുഷ്യരെ കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു. എനിക്ക് മനുഷ്യനായി ജനിക്കാൻ ആഗ്രഹമില്ല" എന്ന് കഴുത പറഞ്ഞു. അപ്പോൾ യമധർമ്മരാജാവ്, "ഓ കഴുതേ, വേദങ്ങളിൽ പറയുന്നതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യജന്മം ലഭിക്കാൻ സ്വർഗലോകത്തുള്ള ദേവന്മാർ പോലും കാത്തിരിക്കുന്നു. എന്നാൽ നീയാകട്ടെ മനുഷ്യജന്മം വേണ്ടെന്ന് പറയുന്നു. നീ എന്ത് കണ്ടിട്ടാണ് മനുഷ്യജന്മം വേണ്ടെന്ന് പറയുന്നത്? മനുഷ്യജന്മത്തെക്കുറിച്ച് അത്രയധികം എന്തിനാണ് ഭയപ്പെടുന്നത്?" എന്ന് ചോദിച്ചു. അപ്പോൾ കഴുത, "ഓ യമധർമ്മരാജാവേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളും മനുഷ്യരുടെ കാര്യത്തിൽ ഭയപ്പെടും, ദുഃഖിക്കും. ഭൂമിയിൽ മനുഷ്യർ മനുഷ്യരെ പോലെയല്ല. ഭൂമിയിലെ മനുഷ്യർ ഞങ്ങൾ സ്ത്രീകളാണോ പുരുഷന്മാരാണോ എന്ന് പോലും മറന്നുപോകുന്നു. മനുഷ്യർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എപ്പോഴോ മറന്നുപോയി. ആ മനുഷ്യരെ കാണുമ്പോൾ എല്ലാറ്റിനേക്കാളും നീചമായ ജന്മം മനുഷ്യജന്മമാണെന്ന് തോന്നുന്നു. യമധർമ്മരാജാവേ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മറ്റേതെങ്കിലും യോനിയിലേക്ക് അയക്കൂ. പക്ഷേ മനുഷ്യയോനിയിലേക്ക് അയക്കരുത്. അല്ലെങ്കിൽ വീണ്ടും എന്നെ കഴുതയായി തന്നെ ഭൂമിയിലേക്ക് അയക്കൂ. അല്ലാതെ മനുഷ്യജന്മം എനിക്ക് വേണ്ട" എന്ന് കഴുത പറഞ്ഞു. അപ്പോൾ യമധർമ്മൻ കഴുതയോട് ചോദിച്ചു, "മനുഷ്യർ ചെയ്യുന്ന എന്ത് ജോലികളാണ് നീ കണ്ടത്? മനുഷ്യനായി ജനിക്കാൻ നീ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്നത്?" എന്ന്. അപ്പോൾ ആ കഴുത യമധർമ്മരാജനോട് പറഞ്ഞു, "അങ്ങേക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയാം, കേൾക്കുക. ഞാൻ കണ്ട 3 സംഭവങ്ങൾ പറയാം, കേൾക്കുക. ആദ്യത്തെ സംഭവം എന്തെന്നാൽ, ഒരിക്കൽ ഒരു യുവ പണ്ഡിതൻ കാശിയിൽ വിദ്യ അഭ്യസിക്കാൻ പോയി. അദ്ദേഹം 12 വർഷത്തോളം വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരികെ വീട്ടിലെത്തിയ ശേഷം ആ പണ്ഡിതൻ തന്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, "അച്ഛാ, ഞാൻ വേദങ്ങളും വേദാംഗങ്ങളും പഠിച്ചു. അതിനാൽ അങ്ങ് എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കൂ, ഞാൻ അതിന് ഉത്തരം നൽകാം" എന്ന് പറഞ്ഞു. അപ്പോൾ ആ യുവ പണ്ഡിതനോട് പിതാവ് ഇങ്ങനെ പറഞ്ഞു, "നീ എല്ലാം പഠിച്ചു വന്നുവെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കാം. അതിന് ഉത്തരം പറയൂ" എന്ന് പറഞ്ഞ് പാപത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ യുവ പണ്ഡിതൻ ചിന്തയിലാണ്ടു. പാപത്തിന്റെ പിതാവോ, "ഈ വിഷയം ഞാൻ ഒരു പുസ്തകത്തിലും വായിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ വിഷയം ഒരു പുസ്തകത്തിലും ഇല്ല" എന്ന് ചിന്തിച്ചു. എങ്ങനെയെങ്കിലും ഈ വിഷയം അറിയാൻ വേണ്ടി രാത്രി മുഴുവൻ അനേകം പുസ്തകങ്ങൾ വായിച്ചു. പക്ഷേ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല. അടുത്ത ദിവസം അച്ഛൻ വീണ്ടും മകനോട് ചോദിച്ചു, "നിനക്ക് പാപത്തിന്റെ അച്ഛന്റെ പേര് അറിയാത്തപ്പോൾ നീ അത്ര ദൂരം പോയി എന്ത് പഠിച്ചാണ് വന്നത്?" എന്ന് ചോദിച്ചു. അച്ഛന്റെ വാക്കുകൾ കേട്ട യുവ പണ്ഡിതൻ, "നിങ്ങൾ ഒന്നും വിഷമിക്കരുത്. ഞാൻ എങ്ങനെയായാലും പാപത്തിന്റെ അച്ഛന്റെ പേരെന്താണെന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് വീണ്ടും ആ യുവ പണ്ഡിതൻ കാശിയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ അയാൾക്ക് ദാഹം തോന്നി. അവിടെ അയാൾക്ക് ഒരു വീട് കണ്ടു. ആ യുവ പണ്ഡിതൻ ആ വീടിന്റെ അടുത്തേക്ക് പോയി ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയോട്, "അമ്മേ, ഞാൻ വളരെ ദൂരം നിന്ന് വരികയാണ്.
എനിക്ക് ദാഹമുണ്ട്, കുറച്ച് നല്ല വെള്ളം തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ അയാൾക്ക് കുറച്ചു വെള്ളം കൊടുത്തു. ആ യുവ പണ്ഡിതൻ ആ നല്ല വെള്ളം കുടിച്ചതിനു ശേഷം ഇത് ആരുടെ വീടാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ നിങ്ങൾ ഈ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ആ ചോദ്യം ചോദിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ എന്തിനാണ് ചോദിക്കുന്നത്? പക്ഷേ ചോദിക്കുന്നത് കൊണ്ട് പറയുന്നു, ഈ വീട് ഒരു വേശ്യയുടേതാണ്, ഞാൻ ഒരു വേശ്യയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട യുവ പണ്ഡിതൻ, അയ്യോ, ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്. ഞാൻ ഒരു വേശ്യയുടെ വീട്ടിലെ വെള്ളം കുടിച്ചു. ഞാൻ പാപത്തിന്റെ അച്ഛന്റെ പേര് തേടി വന്നിട്ട് ഞാൻ കൂടുതൽ പാപിയായി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വേശ്യ ഇങ്ങനെ പറഞ്ഞു, എന്തായാലും നിങ്ങൾ ആരാണ്, എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. അതിന് ആ പണ്ഡിതൻ എല്ലാ കാര്യങ്ങളും ആ വേശ്യയോട് പറഞ്ഞു. ഞാൻ പാപത്തിന്റെ അച്ഛന്റെ പേര് അറിയാൻ കാശിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വേശ്യ, ഇയാൾ 12 വർഷം കാശിയിൽ പഠിച്ചു വന്നതാണ്, എന്നിരുന്നാലും പാപത്തിന്റെ പിതാവിന്റെ പേര് അവൾക്കറിയില്ല. ഇപ്പോൾ വീണ്ടും കാശിയിലേക്ക് പോയാൽ പാപത്തിന്റെ പിതാവിന്റെ പേര് എങ്ങനെ അറിയാൻ കഴിയും എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ഈ പണ്ഡിതൻ എന്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് ആ ഉത്തരം ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്താൽ മതിയല്ലോ എന്ന് ആലോചിച്ച ആ വേശ്യ ആ പണ്ഡിതനോട് പറഞ്ഞു, മഹാത്മാവേ, അങ്ങേക്ക് പാപത്തിന്റെ പിതാവിന്റെ പേര് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങ് കാശിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പാപത്തിന്റെ പിതാവിന്റെ പേര് ഞാൻ തന്നെ അങ്ങേക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പണ്ഡിതൻ, നീ എനിക്ക് ആ പേര് പറഞ്ഞാൽ ഞാൻ അത്ര ദൂരം പോകേണ്ടി വരില്ല, അത് വേഗം പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വേശ്യ, ഓ മഹാത്മാവേ, ഞാൻ അങ്ങേക്ക് ആ പേര് പറഞ്ഞുതരാം, പക്ഷേ അങ്ങ് വളരെ ക്ഷീണിതനാണ്, അങ്ങ് വളരെ ദൂരം നടന്നു വന്നു, അതുകൊണ്ട് അങ്ങ് കുറച്ചുനേരം ഇവിടെ വിശ്രമിക്കൂ. അപ്പോഴേക്കും ഞാൻ അങ്ങേക്ക് ഭക്ഷണം തയ്യാറാക്കാം. അങ്ങ് ഭക്ഷണം കഴിച്ചതിനു ശേഷം ഞാൻ അങ്ങേക്ക് ആ ഉത്തരം പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പണ്ഡിതൻ, ഞാൻ അങ്ങയുടെ വീട്ടിൽ എങ്ങനെ ഭക്ഷണം കഴിക്കും? അങ്ങ് ഒരു വേശ്യയാണ്, എനിക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇവിടെ വെള്ളം കുടിച്ചതിന് പോലും ഞാൻ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട സ്ത്രീ, ഞാൻ അങ്ങേക്ക് അരി, പരിപ്പ്, നെയ്യ്, പച്ചക്കറികൾ എല്ലാം തരാം. അങ്ങ് സ്വയം ഭക്ഷണം തയ്യാറാക്കി കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പണ്ഡിതൻ, അങ്ങ് ഒരു വേശ്യയാണ്, ഞാൻ അങ്ങയുടെ വീട്ടിൽ നിന്ന് ഒരു അരിമണി പോലും എടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വേശ്യ, ഓ മഹാത്മാവേ, അങ്ങ് ഇത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ഞാൻ അങ്ങേക്ക് 5 സ്വർണ്ണ നാണയങ്ങൾ തരാം എന്ന് പറഞ്ഞു. അതോടെ ആ പണ്ഡിതൻ, ഇവിടെ എന്നെ ആർ കാണാനാണ്, ഞാൻ ആരാണെന്ന് ഇവിടുള്ളവർക്ക് അറിയില്ലല്ലോ എന്ന് കരുതി അവളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി ആ വൈശ്യ നൽകിയ ഭക്ഷണ പദാർത്ഥങ്ങളും സ്വീകരിച്ചു. ആ പണ്ഡിതൻ ഭക്ഷണം പാചകം ചെയ്യാനായി എല്ലാം ഒരുക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് വൈശ്യ പുറത്തുവന്ന് ഞാൻ തന്ന വെള്ളവും അരിയും എല്ലാം എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്റെ കൈകൊണ്ട് പാചകം ചെയ്ത് തന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു. അതിന് ആ പണ്ഡിതൻ, ഞാൻ നിന്റെ കൈകൊണ്ട് തന്ന വെള്ളം കുടിച്ചു, അരി എടുത്തു, അതിൽ കൂടുതൽ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞു. അതിന് ആ വൈശ്യ, നിങ്ങൾ എന്റെ കൈകൊണ്ട് പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു 5 സ്വർണ്ണ നാണയങ്ങൾ തരാം എന്ന് പറഞ്ഞു. അതോടെ ആ പണ്ഡിതൻ, ഞാൻ ഇവിടെ ഭക്ഷണം കഴിച്ചാൽ മറ്റൊരു 5 നാണയങ്ങൾ കിട്ടും, അപ്പോൾ ആകെ 10 നാണയങ്ങൾ ആകും. എന്നെ ആർ കണ്ടു എന്ന് കരുതി വൈശ്യയോട്, ശരി, ഞാൻ നിന്റെ കൈകൊണ്ട് പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാം, പക്ഷേ നീ കുളിച്ചതിന് ശേഷം മാത്രം പാചകം ചെയ്യൂ എന്ന് പറഞ്ഞു. ആ വൈശ്യ അതുപോലെ എന്ന് പറഞ്ഞ് കുളിച്ച് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നു. അതിനുശേഷം ആ പണ്ഡിതൻ ഭക്ഷണം വിളമ്പാൻ തുടങ്ങുമ്പോൾ ആ പണ്ഡിതൻ, നീ വിളമ്പേണ്ട, ഞാൻ വിളമ്പി കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വൈശ്യ, ഞാൻ നിങ്ങൾക്കു വേണ്ടിയല്ലേ ഈ ഭക്ഷണം തയ്യാറാക്കിയത്, ഞാൻ നിങ്ങൾക്ക് വിളമ്പിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു. ഇല്ല, നീ വിളമ്പിയ ഭക്ഷണം ഞാൻ കഴിക്കില്ല എന്ന് പണ്ഡിതൻ പറഞ്ഞു. അപ്പോൾ ആ വൈശ്യ, നീ എന്റെ കൈകൊണ്ട് ഭക്ഷണം വാങ്ങിക്കളിക്കുകയാണെങ്കിൽ നിനക്ക് മറ്റൊരു 5 സ്വർണ്ണ നാണയങ്ങൾ തരാം എന്ന് പറഞ്ഞു. ശരി എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടെ അവൾ ഭക്ഷണം വിളമ്പി സ്വന്തം കൈകൊണ്ട് പണ്ഡിതൻ ഭക്ഷണം നൽകി. അങ്ങനെ ഭക്ഷണം നൽകുമ്പോൾ അവന്റെ തോളിൽ കൈ വെച്ചു. ഉടൻ തന്നെ പണ്ഡിതൻ അതിയായ ദേഷ്യം വന്നു. നീ വലിയ തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹം കോപിച്ചു. അപ്പോൾ ആ വേശ്യ ഇങ്ങനെ പറഞ്ഞു, ഓ മഹാത്മാവേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചുവന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുകയാണ്. സത്യത്തിൽ തെറ്റുകളെല്ലാം ചെയ്തത് നിങ്ങളാണ്. നിങ്ങൾ എന്റെ വീട്ടിൽ വെള്ളം കുടിച്ചു, ഭക്ഷണത്തിനായി സാധനങ്ങൾ എടുത്തു, എന്റെ വീട്ടിൽ പാകം ചെയ്ത്
ഭക്ഷണം കഴിച്ചു. എന്റെ കൈകൊണ്ട് വിളമ്പി ഭക്ഷണം കഴിച്ചു. വേശ്യയുടെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് അവൾ ചോദിച്ചു. അപ്പോൾ പണ്ഡിതൻ, നീ കാണിച്ച സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. അതിന് വേശ്യേ, നിങ്ങൾ ഇതെല്ലാം ഞാൻ കാണിച്ച സ്നേഹം കൊണ്ടല്ല, ഞാൻ നൽകിയ സ്വർണ്ണ നാണയങ്ങളോടുള്ള അത്യാഗ്രഹം കൊണ്ടാണ് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ തയ്യാറായത്. ഒടുവിൽ എന്റെ കൈകൊണ്ട് കഴിക്കാനും സമ്മതിച്ചു. ഇതാണ് പാപത്തിന് കാരണം. നിങ്ങൾ അത്യാഗ്രഹം കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു. നിങ്ങൾ പാപങ്ങളെന്ന് കരുതുന്നതെല്ലാം ചെയ്തു എന്ന് അവൾ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട പണ്ഡിതന്റെ അധ്യാനം കൊണ്ട് അടഞ്ഞുപോയ കണ്ണുകൾ തുറന്നു. ഉടൻ തന്നെ ആ വേശ്യയുടെ കാൽക്കൽ വീണ്, നിങ്ങൾ വേശ്യേ അല്ല, നിങ്ങൾ എന്റെ ഗുരു. 12 വർഷം ഞാൻ കാശിയിൽ വിദ്യാഭ്യാസം ചെയ്തതിനു ശേഷവും ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം ലഭിച്ചില്ല. എന്നാൽ നിങ്ങൾ എനിക്ക് ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കി തന്നു. പാപത്തിന്റെ പിതാവ് ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പാപത്തിന്റെ പിതാവ് അത്യാഗ്രഹമാണ് എന്ന് പണ്ഡിതൻ പറഞ്ഞു. അത്യാഗ്രഹത്തിന് അടിമപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശാസ്ത്രവിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പാപങ്ങളായി കണക്കാക്കപ്പെടുന്നത് എന്ന് ആ വേശ്യ പണ്ഡിതൻ ജ്ഞാനോദയം നൽകി എന്ന് കഴുത യമധർമ്മരാജനോട് പറയുന്നു. അതുകൊണ്ടാണ് പ്രഭോ, എനിക്ക് മനുഷ്യവർഗത്തെ ഇഷ്ടമല്ലാത്തത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത്യാഗ്രഹത്തിന് അടിമപ്പെട്ടാൽ എത്ര നീചമായ പ്രവൃത്തി ചെയ്യാനും മടിക്കില്ല. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം ആളുകളെ കൊല്ലാനും തയ്യാറാകും എന്ന് പറഞ്ഞു. അതുമാത്രമല്ല യമധർമ്മരാജ, ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ സംഭവത്തെക്കുറിച്ചും പറയാം എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. മനുഷ്യർ തങ്ങളുടെ നീതി നിയമങ്ങളെ ഉടൻ മറക്കും. അവരുടെ ധർമ്മത്തിൽ അവർ ഒരിക്കലും ഉറച്ചു നിൽക്കില്ല. എപ്പോഴെങ്കിലും അവർക്ക് നല്ല വസ്തുക്കൾ കണ്ടാലോ, സുന്ദരികളായ സ്ത്രീകളെ കണ്ടാലോ, ധനം കണ്ടാലോ ഉടൻ അവർ നീതി നിയമങ്ങളെ മറക്കും. ഒരു വ്യാപാരിക്ക് ഒരു സുന്ദരിയായ മകൾ ഉണ്ടായിരുന്നു. ആ വ്യാപാരി തന്റെ മകൾക്ക് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ വ്യാപാരി ഒരു ബ്രാഹ്മണന്റെ അടുത്ത് പോയി, സ്വാമി, ഒരു സുന്ദരനായ രാജകുമാരനെ കണ്ട് എന്റെ മകൾക്ക് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ എന്റെ മകളുടെ ജാതകം നോക്കി പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രാഹ്മണൻ, ഞാൻ നിന്റെ മകളുടെ ഭാഗ്യം നോക്കി മാത്രമേ പറയാൻ കഴിയൂ. നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ വ്യാപാരി, സ്വാമി, നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് എന്റെ വീട്ടിൽ നിങ്ങളുടെ പാദം വെക്കുകയാണെങ്കിൽ എന്റെ വീട് പവിത്രമാകും. അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്റെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ആ ബ്രാഹ്മണൻ ആ വ്യാപാരിയുടെ വീട്ടിലേക്ക് പോയി. ബ്രാഹ്മണൻ വീട്ടിലെത്തിയ ഉടൻ ആ വ്യാപാരി അദ്ദേഹത്തിന് എല്ലാ ആദരവുകളും നൽകി. അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം നൽകി ഇരുത്തി തന്റെ മകളെ വിളിച്ചു. അവളെ കണ്ടയുടൻ ആ ബ്രാഹ്മണൻ അവളിൽ ആകൃഷ്ടനായി. അതോടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ, ഇങ്ങനെയുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയെ എനിക്ക് ലഭിച്ചാൽ എനിക്ക് എല്ലാം നല്ലത് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ ഈ പെൺകുട്ടിയെ എനിക്ക് ലഭിക്കും എന്ന് ആലോചിച്ച് ഉടൻ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ട വ്യാപാരി, സ്വാമി, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ വ്യാപാരിയെ ഒരു വശത്തേക്ക് കൊണ്ടുപോയി, നിങ്ങളുടെ മകളുടെ ജാതകം കണ്ടിട്ടാണ് ഞാൻ കരയുന്നത്. ഈ രേഖകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കന്യക നിങ്ങളുടെ വംശത്തെ നശിപ്പിക്കും. ഇവൾ ഏത് വീട്ടിൽ കാലെടുത്ത് വെക്കുന്നുവോ ആ വീട് സർവനാശമാകും എന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട വ്യാപാരി വളരെ പരിഭ്രാന്തനായി. സ്വാമി, അതിന് എന്തെങ്കിലും പരിഹാരമില്ലേ? എന്റെ വംശം നശിക്കാതെ ഇരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് ആ ബ്രാഹ്മണൻ, നിങ്ങൾ നിങ്ങളുടെ മകളെ ഒരു പെട്ടിയിലാക്കി വൈകുന്നേരം നദിയിൽ ഒഴുക്കിവിടുക. അതുപോലെ ആ പെട്ടിക്ക് മുകളിൽ ഒരു വിളക്ക് കത്തിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കുലം രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് പോയി. ആ ബ്രാഹ്മണൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാൽ, തീർച്ചയായും ആ വ്യാപാരി തന്റെ മകളെ നദിയിൽ ഒഴുക്കിവിടും. അപ്പോൾ ആ പെട്ടി താൻ എടുത്ത് അതിലുള്ള ആ സുന്ദരിയായ പെൺകുട്ടിയെ രക്ഷിച്ചാൽ ആ കന്യക തനിക്ക് സ്വന്തമാകുമെന്ന് കരുതി ഉടൻ തന്നെ ആ ബ്രാഹ്മണൻ നഗരത്തിനടുത്തുള്ള നദീതീരത്ത് നേരത്തെ പോയി ഇരുന്നു. മറുവശത്ത് ആ വ്യാപാരി വളരെ ദുഃഖിതനായി തന്റെ മകളെ ബ്രാഹ്മണൻ പറഞ്ഞതുപോലെ ഒരു പെട്ടിയിലാക്കി അതിനു മുകളിൽ ഒരു വിളക്ക് വെച്ച് നദിയിൽ ഒഴുക്കിവിട്ടു. ആ പെട്ടിയ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നു. ആ ബ്രാഹ്മണൻ തന്റെ 4 ശിഷ്യന്മാരെയും കൂട്ടിപ്പോയി ആ നദിയിൽ ഒരു പെട്ടി വരുന്നുണ്ട്. ആ പെട്ടി തനിക്ക് കൊണ്ടുവന്ന് നൽകാൻ പറഞ്ഞു. ആ വ്യാപാരി തന്റെ മകളെ വെള്ളത്തിൽ ഒഴുക്കിവിട്ടു പോയി. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചുവെന്നാൽ, ഒരു രാജകുമാരൻ കുതിരപ്പുറത്ത് ആ നദീതീരത്ത് വേട്ടയ്ക്ക് വന്നു. രാജകുമാരന്റെ കുതിരയ്ക്ക് ദാഹം തോന്നിയപ്പോൾ രാജകുമാരൻ ആ നദിയിലെ വെള്ളത്തിനായി പോയി. അപ്രതീക്ഷിതമായി
രാജകുമാരന്റെ ശ്രദ്ധ ആ പെട്ടിയിൽ പതിഞ്ഞു. രാജകുമാരൻ തന്റെ സൈനികരെ കൊണ്ട് ആ പെട്ടി എടുപ്പിച്ചു. രാജകുമാരൻ പെട്ടിയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. രാജകുമാരൻ ആ പെൺകുട്ടിയെ കണ്ടയുടൻ അവളിൽ ആകൃഷ്ടനായി. രാജകുമാരൻ ഉടൻ തന്നെ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അതിനുശേഷം രാജകുമാരൻ അതിൽ ഒരു കാട്ടുപന്നിയെ വെച്ച് വീണ്ടും വിളക്ക് കത്തിച്ച് ആ പെട്ടി നദിയിൽ ഒഴുക്കിവിട്ടു. ആ പെട്ടി കുറച്ചു ദൂരം പോയപ്പോൾ ആ ബ്രാഹ്മണൻ തന്റെ ശിഷ്യന്മാരുടെ സഹായത്തോടെ ആ പെട്ടി പുറത്തെടുപ്പിച്ചു. ആ പെട്ടി എടുത്ത് തന്റെ കുടിലിൽ വെക്കാൻ പറഞ്ഞു. ആ പെട്ടി വെച്ചതിനു ശേഷം പുറത്ത് നല്ല പൂട്ട് ഇടാൻ പറഞ്ഞു. താൻ എത്ര നിലവിളിച്ചാലും ആ പൂട്ട് തുറക്കരുതെന്ന് പറഞ്ഞു. താൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാലും നിങ്ങൾ ഒരു കാരണവശാലും പൂട്ട് തുറക്കരുതെന്ന് പറഞ്ഞ് താൻ അകത്തേക്ക് പോയി പെട്ടി തുറന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാട്ടുപന്നി പുറത്തു വന്നു. ഉടൻ തന്നെ ആ ബ്രാഹ്മണൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. വാതിൽ തുറക്കാൻ ശിഷ്യന്മാരോട് കെഞ്ചി പറഞ്ഞു. പക്ഷേ ആരും വാതിൽ തുറന്നില്ല. ഒടുവിൽ കാട്ടുപന്നി ബ്രാഹ്മണനെ കൊന്നുകളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദവും കേൾക്കാത്തതുകൊണ്ട് പുറത്തുണ്ടായിരുന്ന ശിഷ്യന്മാർ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഗുരു മരിച്ചു കിടക്കുകയായിരുന്നു. ആ പന്നിയും അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. വേദങ്ങൾ പഠിച്ച ആ ബ്രാഹ്മണൻ തന്റെ നീതി നിയമങ്ങൾ മറന്ന് കാമത്തിന് അടിമപ്പെട്ട് തിന്മ ചെയ്യാൻ ശ്രമിച്ചു. വിശ്വസിച്ച് വന്നവനെ വഞ്ചിക്കാൻ നോക്കി. ഒടുവിൽ തന്റെ മരണത്തിന് താൻ തന്നെ കാരണമായി. അതുകൊണ്ടാണ് യമധർമ്മരാജ ഇങ്ങനെയുള്ള നീചമായ മനുഷ്യശരീരം ധരിക്കാൻ എനിക്ക് ഒട്ടും താൽപ്പര്യമില്ലെന്ന് ഗഴുത പറഞ്ഞു. അപ്പോൾ യമധർമ്മരാജാവ്, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. മനുഷ്യർ ആരെയും വിശ്വസിക്കുന്നില്ല. ആരാണ് നീതി മറന്നുപോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മനുഷ്യരൊഴികെ എല്ലാ ജീവികളും പ്രകൃതിയുടെ നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. മനുഷ്യർ മാത്രമാണ് നീതിയും നിയമങ്ങളും മറന്നുപോകുന്നത്. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് യമധർമ്മരാജാവ് പറഞ്ഞു. അതിനുശേഷം കഴുത യമധർമ്മരാജാവിനോട്, ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ കഥയും പറയാം, കേൾക്കൂ. ലോകത്ത് മനുഷ്യർ എത്ര നീചന്മാരാണെന്ന് പറഞ്ഞാൽ ഒരു രാജാവ് വേട്ടയാടാൻ കാട്ടിലേക്ക് പോയി. അപ്പോൾ അയാൾക്ക് വളരെ ദാഹം തോന്നി. അങ്ങോട്ടുമിങ്ങോട്ടും നോക്കിയപ്പോൾ ഒരു പാടത്ത് പണിയെടുക്കുന്ന ഒരു കർഷകനെ കണ്ടു. ആ കർഷകന്റെ അടുത്ത് ചെന്ന്, എനിക്ക് വളരെ ദാഹമുണ്ട്, കുറച്ചു വെള്ളം തരൂ എന്ന് ചോദിച്ചു. പക്ഷേ ആ കർഷകന്റെ അടുത്ത് കുടിവെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കർഷകൻ തന്റെ പാടത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്യുകയായിരുന്നു. ഉടൻ തന്നെ ഒരു തണ്ണിമത്തൻ മുറിച്ച് ആ രാജാവിന് കൊടുത്തു. രാജാവ് ആ തണ്ണിമത്തനിലെ നീരെല്ലാം കുടിച്ച് തന്റെ ദാഹം തീർത്തു. അതിനുശേഷം ആ കർഷകനോട് രാജാവ് ഇങ്ങനെ ചോദിച്ചു, നീ എത്ര നികുതിയാണ് അടയ്ക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ കർഷകൻ, മഹാരാജാവേ, ഞാൻ 1 രൂപയാണ് നികുതിയായി അടയ്ക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട രാജാവ് ഉടൻ തന്നെ, ഇത്ര വലിയ വിളവ് ഉണ്ടാക്കിയിട്ടും വെറും 1 രൂപ മാത്രമാണോ നികുതിയായി അടയ്ക്കുന്നത് എന്ന് ചോദിച്ചു. രാജാവ് ഉടൻ തന്നെ മന്ത്രിയെ വിളിപ്പിച്ച്, ഈ ദിവസം മുതൽ കർഷകർക്ക് നികുതി വർദ്ധിപ്പിക്കാൻ പറയുന്നു. ഒരു ദിവസം വീണ്ടും ആ രാജാവ് വേട്ടയ്ക്ക് പോയി. വീണ്ടും ആ രാജാവിന് ദാഹം തോന്നി. വീണ്ടും രാജാവ് അതേ കർഷകനോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു. ആ ദിവസവും കർഷകൻ ഒരു വലിയ തണ്ണിമത്തൻ മുറിച്ച് ആ രാജാവിന് കൊടുത്തു. പക്ഷേ ആ ദിവസം ആ തണ്ണിമത്തനിൽ നിന്ന് കൂടുതൽ നീര് വന്നില്ല. ഉടൻ തന്നെ രാജാവിന് മറ്റൊരു തണ്ണിമത്തൻ കൊടുക്കാൻ മന്ത്രി പറഞ്ഞു. ആ തണ്ണിമത്തനിലെ നീരും അദ്ദേഹം കുടിച്ചു. പക്ഷേ അതിൽ നിന്നും അധികം നീർ ലഭിച്ചില്ല. ഇങ്ങനെ 4ഓ 5ഓ തണ്ണിമത്തനുകളിലെ നീർ കുടിച്ചിട്ടും ആ രാജാവിന്റെ ദാഹം മാറിയില്ല. അപ്പോൾ ആ രാജാവ് പറഞ്ഞു, ഇതെന്താണ്, എത്ര തണ്ണിമത്തൻ കഴിച്ചിട്ടും എന്റെ ദാഹം എന്തുകൊണ്ടാണ് മാറാത്തത്? എന്നാൽ അന്ന് ഒരു തണ്ണിമത്തൻ എന്റെ ദാഹം തീർത്തല്ലോ എന്ന് മന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, തണ്ണിമത്തനുകളിലെ നീർ വറ്റിപ്പോയി. കാരണം താങ്കൾ തണ്ണിമത്തനുകളിലെ നീർ കണ്ട് കർഷകരുടെ മേൽ നികുതി ഭാരം വർദ്ധിപ്പിച്ചു. അവിടെ താങ്കൾ താങ്കളുടെ ദുഷ്ടബുദ്ധി കാണിച്ചു. താങ്കൾ ചെയ്ത ഈ പ്രവൃത്തി കാരണം ഭൂമിദേവി ആ പഴങ്ങളിലെ നീർ തന്നിൽ ഒളിപ്പിച്ചു. അതുകൊണ്ടാണ് എപ്പോഴും ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. നമ്മുടെ ദുഷിച്ച ചിന്തകൾ മറ്റുള്ളവരെയും ദുഷിച്ചവരാക്കും. അതാണ് പ്രകൃതി നിയമം എന്ന് മന്ത്രി രാജാവിനോട് താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അറിയിച്ചു. ആ കഴുത പറഞ്ഞതെല്ലാം കേട്ട യമധർമ്മരാജാവ് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം സത്യമാണ്, ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെയുള്ളവരാണെന്ന് കരുതുന്നത് ശരിയല്ലല്ലോ. നല്ല മനുഷ്യരും ഭൂമിയിൽ ഉണ്ട്. നീ ദുഷ്ടന്മാരെ കണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ആർ ഏത് രീതിയിൽ കർമ്മങ്ങൾ
ചെയ്യുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഫലങ്ങളും ലഭിക്കും. അതുകൊണ്ട് ഞാൻ നിന്റെ തീരുമാനത്തെ ബഹുമാനിച്ച് നിനക്കൊരു ദിവ്യമായ ദേവതാ രൂപം നൽകുന്നു. നീയും ദേവതകളിൽ ഒരാളായിരിക്കുക, സന്തോഷകരമായ ജീവിതം അനുഭവിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഴുത ഒരു ദിവ്യമായ ദേവതയുടെ രൂപം സ്വീകരിച്ച് സ്വർഗ്ഗ ലോകത്തേക്ക് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രേക്ഷകർക്ക് നമസ്കാരം. ഇത്രയും നേരം നമ്മൾ ഒരു മൂകജീവിയായ കഴുത സാക്ഷാൽ ധർമ്മരാജനുമായി നടത്തിയ സംഭാഷണം കേട്ടു. ഈ കഥ കേട്ടതിനു ശേഷം ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ആഴത്തിലുള്ള ചിന്ത ഉണരാതിരിക്കില്ല. സൃഷ്ടിയിലെ 84 ലക്ഷം ജീവജാലങ്ങളിൽ മനുഷ്യജന്മം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് നമ്മുടെ വേദങ്ങൾ ഘോഷിക്കുന്നു. എന്നാൽ ഒരു സാധാരണ കഴുത എനിക്ക് ഈ മനുഷ്യജന്മം വേണ്ട മഹാപ്രഭോ എന്ന് അപേക്ഷിക്കുന്ന നിലയിലേക്ക് ഇന്ന് മനുഷ്യത്വം എന്തുകൊണ്ട് അധഃപതിച്ചു? അതിനുള്ള ഉത്തരമാണ് ഈ 3 കഥകൾ. ഈ കഥകളുടെ അന്തർലീനം നമ്മൾ ആഴത്തിൽ വിശകലനം ചെയ്താൽ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ ജീവിതരീതി കൺമുന്നിൽ കാണാം. വരൂ, ഈ 3 കൈബേറിയ സത്യങ്ങളെ ഒരു തവണ നമ്മുടെ ആത്മാവിനോട് ചേർത്ത് വെക്കാം. ഒന്നാമത്തെ സത്യം, പാപത്തിന്റെ മൂലകാരണം ലോഭം, ദുരാശ. ഒന്നാമത്തെ സംഭവത്തിൽ കാശിയിൽ 12 വർഷം പഠിച്ച പണ്ഡിതന്റെ അജ്ഞതയെ ഒരു സാധാരണ വേശ്യ എങ്ങനെ ഇല്ലാതാക്കി എന്ന് നമ്മൾ കണ്ടു. വിദ്യ വേറെ, സംസ്കാരം വേറെ. നമ്മുടെ അടുത്ത് എത്ര അറിവുണ്ടായിരുന്നാലും എത്ര ശാസ്ത്രങ്ങൾ പഠിച്ചാലും മനസ്സിൽ ലോഭം, ദുരാശ ഉണ്ടെങ്കിൽ ആ പഠനം വ്യർത്ഥമാണ്. ഒരു സ്വർണ്ണ നാണയം ആഗ്രഹം കാണിച്ചപ്പോൾ തന്റെ കുലകെട്ടുപാടുകളെയും മടി ആചാരങ്ങളെയും ആ പണ്ഡിതൻ എങ്ങനെ ഉപേക്ഷിച്ചു എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. പാപത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ തന്റെ ആവശ്യത്തിൽ കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ, ധനത്തെ കണ്ട് മോഹത്തിൽ വീഴുമ്പോൾ തന്റെ വിവേകം നഷ്ടപ്പെടുന്നു. അതാണ് എല്ലാ പാപങ്ങൾക്കും വഴിവെക്കുന്നത്. അതുകൊണ്ടാണ് മുതിർന്നവർ ലോഭം പാപത്തിന് ഹേതു എന്ന് ആവർത്തിച്ചു പറഞ്ഞത്. നമ്മളും ദൈനംദിന ജീവിതത്തിൽ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ സത്യസന്ധതയെ പണയം വെക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം ചോദിക്കണം. രണ്ടാമത്തെ സത്യം, ധർമ്മനാശത്തിന് വഴിവെക്കുന്ന കാമം, കുടിലബുദ്ധിയും. രണ്ടാമത്തെ സംഭവത്തിൽ പവിത്രമായ വൃത്തിയിലുള്ള ഒരു ബ്രാഹ്മണൻ ഒരു സുന്ദരിയായ കന്യകയെ കണ്ട് എങ്ങനെ കാമത്തിന് അടിമയായി എന്ന് നമ്മൾ കേട്ടു. വിനാശകാലെ വിപരീത ബുദ്ധി. മറ്റൊരാളുടെ സ്വത്തോ സ്ത്രീയോ അന്യായമായി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവൻ ഒടുവിൽ സ്വന്തം കുഴി തോണ്ടുന്നു. സ്വന്തം സ്വാർത്ഥതയ്ക്കു വേണ്ടി ഒരു അച്ഛനും മകൾക്കുമിടയിൽ വേർപാട് സൃഷ്ടിച്ച ആ ബ്രാഹ്മണൻ ഒരു ക്രൂരനായ കാട്ടുപന്നിയുടെ രൂപത്തിൽ മരണം സംഭവിച്ചു. കർമ്മ സിദ്ധാന്തം, നമ്മൾ ചെയ്യുന്ന ഓരോ വഞ്ചനയ്ക്കും പ്രകൃതി എപ്പോഴും ഒരു പ്രതികാരം തയ്യാറാക്കി വച്ചിരിക്കും. ഇതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ അയക്കുന്ന തിന്മ, പലിശയടക്കം നമുക്ക് തിരികെ ലഭിക്കും എന്നതിന് ഈ ബ്രാഹ്മണന്റെ കഥ ഒരു ജീവനുള്ള സാക്ഷ്യമാണ്. മനുഷ്യർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ധാർമ്മികതയും മറന്നു പെരുമാറിയാൽ പ്രകൃതി, ദൈവം ഒരിക്കലും ക്ഷമിക്കില്ല. മൂന്നാമത്തെ സത്യം, ഭരണാധികാരികളുടെ സ്വാർത്ഥത, പ്രകൃതിക്ക് വിനാശം. മൂന്നാമത്തെ കഥയിൽ ഒരു രാജാവ് തന്റെ ദാഹം തീർത്ത ഒരു പാവപ്പെട്ട കർഷകനോട് കാണിച്ച ദുഷ്ടബുദ്ധി നമ്മൾ കണ്ടു. കൃതജ്ഞതയില്ലായ്മ. തന്റെ ജീവൻ രക്ഷിച്ച തന്നിമത്തൻ കണ്ട് സന്തോഷിക്കുന്നതിന് പകരം ഇത്രയും ലാഭം കിട്ടുമോ എങ്കിൽ നികുതി വർദ്ധിപ്പിക്കണം എന്ന ദുരാഗ്രഹം രാജാവിന്റെ മനസ്സിൽ ഉദിച്ചു. നേതാവിന്റെ ചിന്തകളുടെ സ്വാധീനം. ഒരു രാജ്യത്തെയോ സമൂഹത്തെയോ ഭരിക്കുന്ന നേതാവിന്റെ മനസ്സിൽ മാലിന്യമുണ്ടെങ്കിൽ ആ സ്വാധീനം ജനങ്ങളിൽ മാത്രമല്ല, സാക്ഷാൽ ഭൂമിയിലും പതിക്കും. നേതാവിന്റെ സ്വാർത്ഥത കണ്ട് പ്രകൃതി തന്റെ തണുപ്പും പഴങ്ങളിലെ നീരും എങ്ങനെയാണ് തിരിച്ചെടുത്തതെന്ന് ഈ കഥ പറയുന്നു. നമ്മുടെ ചിന്തകൾ പവിത്രമാണെങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷവും നമ്മൾ ചെയ്യുന്ന ജോലിയും ഫലപ്രദമാകൂ. മനുഷ്യരാശിക്കുള്ള അവസാന സന്ദേശം. മനുഷ്യ, മൃഗങ്ങൾ പ്രകൃതി വരച്ച വര കടക്കാറില്ല. ഒരു സിംഹത്തിന് വിശക്കുമ്പോൾ മാത്രമേ വേട്ടയാടൂ. എന്നാൽ മനുഷ്യൻ തന്റെ 7 തലമുറകൾക്ക് വേണ്ടത് സമ്പാദിക്കാൻ മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നു. മൃഗങ്ങൾക്ക് ഗൂഢാലോചനകളും തന്ത്രങ്ങളും അറിയില്ല. എന്നാൽ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തും. അതുകൊണ്ടാണ് ആ കഴുത എനിക്ക് ഈ മനുഷ്യജന്മം വേണ്ട, ഞാൻ ഒരു മൃഗമായിരിക്കുന്നതാണ് നല്ലത് എന്ന് തീർത്തു പറഞ്ഞത്. യമധർമ്മരാജാവും കഴുതയുടെ വാക്കുകൾ അംഗീകരിച്ചു. എന്നിരുന്നാലും അദ്ദേഹം ഒരു വാക്ക് കൂടി പറഞ്ഞു. എല്ലാവരും അങ്ങനെയല്ല, ഭൂമിയിൽ നല്ലവരും ഉണ്ട്. ആ നല്ലവരിൽ ഒരാളാകണം നിങ്ങൾ. നമ്മുടെ കടം കഴിഞ്ഞതിനെക്കുറിച്ച് ദുഃഖിക്കരുത്. ഈ നിമിഷം മുതൽ നമ്മളിലുള്ള അത്യാഗ്രഹത്തെയും കാമത്തെയും സ്വാർത്ഥതയെയും ദൂരീകരിക്കാം. മനുഷ്യജന്മം ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. അത് 10 പേർക്ക് സഹായം ചെയ്യാനും നീതിപൂർവം ജീവിക്കാനും ഉപയോഗിക്കാം. ആരെല്ലാം മറ്റുള്ളവരോട് സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പെരുമാറുന്നുവോ അവരുടെ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും എപ്പോഴും നിറഞ്ഞു നിൽക്കും. ആ കഴുത പറഞ്ഞ സത്യങ്ങൾ നമുക്കെല്ലാവർക്കും ഒരു ഉൾക്കാഴ്ചയാകണം.
ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ച ഈ മഹത്തായ സത്യം നിങ്ങൾ മാത്രം സൂക്ഷിക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പങ്കുവച്ച് അവരിലും ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. ധർമ്മം എപ്പോഴും വിജയിക്കും. സത്യമേവ ജയതേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള കൂടുതൽ ധാർമ്മികവും വിജ്ഞാനപ്രദവുമായ കാര്യങ്ങൾ അറിയാൻ ഞങ്ങളെ പിന്തുണയ്ക്കുക. സർവേ ജനാ സുഖിനോ ഭവന്തു.